എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ലാൻഡ് അക്വിസിഷൻ ഇൻ ഇന്ത്യ, അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊന്നും തന്നെയാണിത്. പലപ്പോഴുമൊക്കെ പല പ്രദേശങ്ങളിലായി ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ അഗ്രികൾച്ചർ ലാൻഡ് അക്വയർ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിലും ഒക്കെ എത്തി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. പല കേസുകളും നമ്മുടെ ചരിത്രത്തിൽ സുപ്രീം കോടതിയുടെ എല്ലാം തന്നെ കേസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതുമാണ്. നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർ അർബണൈസേഷൻ എന്നുള്ളതാണ് ടോപ്പിക്. ഇതിൽ പല രീതിയിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ തകർച്ച, ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളായി വർത്തിക്കുന്ന അഗ്രികൾച്ചറിൻ്റെ തകർച്ചയും മറുവശത്ത് കുതിച്ചു വരുന്ന നാഗരികവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയും ഒക്കെ തന്നെ ഉയർച്ചയും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസവും തമ്മിലുള്ള പഠനമൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ആദ്യമായി, വാട്ട് ഈസ് ലാൻഡ് അക്വിസിഷൻ? Land acquisition is the power of the union or a state government in India to acquire private land for the purpose of industrialization, development of infrastructural facilities or urbanization of the private land, and to compensate that affected landowners for their rehabilitation. ഇവിടെ ഒരു ഗവൺമെൻറ്റിനോ ഒക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, യൂണിയൻ ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അർബണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടോ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ, ഇൻഡസ്ട്രിയൽ കോറിഡോർ ആയിക്കൊള്ളട്ടെ, എന്തുമായി ബന്ധപ്പെട്ടോ അവർ ഒരു പ്രൊജക്റ്റ് നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം, ഏകദേശം 500 ഏക്കറോ 800 ഏക്കറോ ഒക്കെ തന്നെ വേണ്ടി വരുന്ന രീതിയിലുള്ള വൻതോതിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൊജക്റ്റുകളായിക്കൊള്ളട്ടെ, ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളായിക്കൊള്ളട്ടെ, ഇനിയിപ്പോൾ ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, ഹൈഡൽ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഏതൊരു തരത്തിലായാലും ഈ പ്രൊജക്റ്റുകൾക്കെല്ലാം തന്നെ ലാൻഡ് അക്വയർ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ ആ പെടുന്ന ലാൻഡുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ ആളുകളുടെ സെറ്റിൽമെൻറ്റുകളായിരിക്കാം, ചിലപ്പോൾ അതിൽ വീടുകളുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് കൃഷി സ്ഥലങ്ങളായിരിക്കാം. പ്രധാനം കൃഷിയെ നമ്മളിവിടെ എന്തായാലും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം കാർഷിക മേഖലയെ ഇവിടെ പിടിച്ചെടുക്കുന്നു. കാർഷിക മേഖല അത്തരത്തിലുള്ള കർഷകരുടെ കയ്യിൽ നിന്നും അക്വയർ ചെയ്തെടുക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലെല്ലാം തന്നെ പ്രൊജക്റ്റുകൾ മറ്റും നടപ്പിലാക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഓണേഴ്സിന് കൃത്യമായ കമ്പൻസേഷനും നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ അവരുടെ പുനരധിവാസവും, ഇനിയിപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന കുലത്തൊഴിലാണെങ്കിൽ ആ കുലത്തൊഴിലിൻ്റെ പരിഹാരമായിട്ടുള്ള മറ്റ് ചില നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ലാൻഡ് അക്വിസിഷൻ്റെ പിന്നിൽ ഒരുപാട് നാളത്തെ ചരിത്രവും മറ്റുമൊക്കെയുണ്ട്. പലതരത്തിലുള്ള പോളിസികളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ്. ലാൻഡ് അക്വിസിഷൻ്റെ ചരിത്രം ഒരുപാട് കാലത്തോളമുണ്ട്. ഏകദേശം കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കി വന്ന ലാൻഡ് അക്വിസിഷൻ പോളിസിയാണ് പിന്നീട് ഇത്രയും കാലം നമ്മൾ പിന്തുടരുന്നതും അതിനുശേഷം വരുന്നൊരു മാറ്റം 2013 വസ്തുത. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ, അഗ്രികൾച്ചറിൻ്റെ സംഭാവന എത്രത്തോളമാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് അഗ്രികൾച്ചറിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു? കാരണം ഇവിടെ അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സമ്പത്ത് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഒന്നില്ലെങ്കിൽ മറ്റേതില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ. അഗ്രികൾച്ചറും എപ്പോഴും ഇൻഡസ്ട്രികൾ എപ്പോഴും ഇൻ്റർ കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. അഗ്രികൾച്ചറിൽ ഇല്ലാതെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് നിലനിൽപ്പില്ല. എന്നാൽ അഗ്രികൾച്ചർ തകർന്നു പോയാലോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും വരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ എത്രത്തോളമാണ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് സംഭാവന ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ആദ്യമായി ഷെയർ ഇൻ നാഷണൽ ഇൻകം. എങ്ങനെയാണത്? ഫ്രം ദ മോണിറ്ററി പോയിന്റ് ഓഫ് വ്യൂ, the share of agricultural sector in the Indian economy remains at 17.4% of GDP. But in the case of fiscal year of 1950 to 1951, agriculture accounted for approximately 55.4% of the GDP എന്നുള്ളതാണ്. ഏകദേശം GDP-യുടെ 55.4% 1950-51 ഫൈനാൻഷ്യൽ ഇയറിലൊക്കെ തന്നെ നൽകാൻ കഴിഞ്ഞ കാർഷിക മേഖല ഇപ്പോൾ GDP-യിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേവലം 17.4%. പിന്നീട് വരുന്ന റിപ്പോർട്ടുകളിൽ അത് 16-15 ഒക്കെ മാറുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല രണ്ടാമത്തെ ഘട്ടം ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡിങ് സെക്ടർ എന്നുള്ളതിൽ എത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ഏകദേശം 50% വരുന്ന പോപ്പുലേഷനും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല എന്നുള്ളത്. ഈ കാർഷിക മേഖലയിൽ നിന്നും ഇത്രയധികം വരുമാനം കിട്ടേണ്ടിയിരുന്ന ഒരു മേഖല GDP-യിലേക്ക് സംഭാവന ചെയ്യേണ്ടത് കേവലം 15% ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല കോൺട്രിബ്യൂഷൻ ഓൺ ടു ക്യാപിറ്റൽ ഫോർമേഷൻ,
നമുക്കറിയാം മൂലധന സ്വരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൻ്റെ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷനും ഇന്ത്യൻ എക്കണോമിയിലേക്ക് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും സംഭാവന ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അതിൽ കൃഷി, വ്യവസായം, സേവന മേഖല തുടങ്ങി പലതരത്തിലുള്ള മേഖലകൾ ഉൾപ്പെടുന്നു. അത്തരത്തിൽ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ മൂലധന സ്വരൂപണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മൂലധന സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന വഹിക്കുന്ന ഒരു ഘടകം തന്നെ കൃഷിയാണ്. അതുകൂടാതെ തന്നെ പ്രൊവൈഡിങ് ഓഫ് ഫുഡ് സർപ്ലസ് ടു ദ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ ജനസംഖ്യയ്ക്ക് അനുസൃതമായുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം COVID-19 കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പല സംസ്ഥാനങ്ങളുടെ കാര്യമായാലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉപഭോക്തൃ സംസ്ഥാനമായും മാറിയൊരു സംസ്ഥാനമാണ്. കേരളത്തിന് അതിൻ്റേതായ ഒരു സെൽഫ് റിലയൻസി ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ അതിന് തക്കവണ്ണം ഉള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെൽഫ് റിലയൻസ് എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അഗ്രികൾച്ചർ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഗവൺമെൻറ് നീങ്ങുന്നതായി നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടതാണ്. ഉദാഹരണത്തിന് ആത്മനിർഭർ ഭാരത് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവിഷ്കരിച്ചപ്പോൾ GDPയുടെ 10% മാറ്റി വെച്ചുകൊണ്ട് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേകമായി പരിഗണന വെച്ച് കൊടുക്കുമ്പോൾ എത്രത്തോളമാണ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നൽകുന്ന സംഭാവന എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്നുള്ളത് റോ മെറ്റീരിയൽസാണ് ഇൻഡസ്ട്രീസിന് വേണ്ടി. കാരണം ഇൻഡസ്ട്രീസിലേക്കുള്ള ആവശ്യത്തിലധികം വരുന്ന റോ മെറ്റീരിയൽസും പ്രധാനം ചെയ്യുന്നത് അഗ്രികൾച്ചർ മേഖലയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഏകദേശം പ്രൈം മൂവിങ് ഫോഴ്സ് എന്ന് പറയുന്ന പിന്നെ ഇന്നുള്ളൊരു ആക്സിലേറ്റർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വസ്തുത. മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രേഡിൽ എത്രത്തോളമാണ് അഗ്രികൾച്ചർ പ്രധാനമായും സംഭാവന ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ നിന്ന് തന്നെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും അതുപോലെ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന കോട്ടൺ, ജൂട്ട്, ടീ തുടങ്ങിയ കാര്യങ്ങളുടെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ പണം ഒഴുകി വരാറുള്ളത്. ഇത്തരത്തിൽ വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും പിടിച്ചു നിർത്തുന്ന അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ള യഥാർത്ഥത്തിലുള്ള സംഭാവന മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ അഗ്രികൾച്ചർ വൻതോതിൽ തന്നെ ഒരുപാട് സംഭാവന ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അഗ്രികൾച്ചർ മേഖലയുടെ സംഭാവനയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികളും മറ്റും ആവിഷ്കരിക്കുകയുണ്ടായി ഓരോ കാലഘട്ടത്തിലായി. നമുക്കറിയാൻ പറ്റും ഗ്രീൻ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ GDPയിലേക്കുള്ള ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിരുന്ന ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല എന്നുള്ളത്. അതിനുശേഷം വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും ഒക്കെ സംഭവിക്കുമ്പോൾ പതിയെ അത് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് റിഫോംസ് നടപ്പിലാകുന്നു അഗ്രികൾച്ചർ മേഖലയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. സീലിംഗ് ലോസും റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ കോപ്പറേറ്റീവ് ഫാമിങ്ങിനൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത്. അതുകൂടാതെ തന്നെ ലാൻഡ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമുകൾ ഏകദേശം 2008 കാലഘട്ടത്തിലൊക്കെ തന്നെ നടപ്പിലാക്കി വന്നിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഗ്രീൻ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ഹൈ യീൽഡിങ് ഓഫ് വെറൈറ്റി സീഡ്സിനെ ഒക്കെ തന്നെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് ബോർലോഗിൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു അത് ഹൈ യീൽഡിങ് ഓഫ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വ്യത്യസ്ത തരത്തിലുള്ള വിത്തിനങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയെ കൂടുതൽ കൂടി ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കാലത്ത് സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അക്കാലത്ത് നടപ്പിലാക്കി വന്നിരുന്നു. പല പഞ്ചവത്സര പദ്ധതികളായി ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തന്നെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ലക്ഷ്യം വെച്ചത്. അതിനുശേഷം വരുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ജെർമിസൈഡ്സ്, അതുപോലെ കെമിക്കൽ ഹെർബിസൈഡ്സ്, വീഡിസൈഡ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ ഒരു എൻവയോൺമെൻറ്റൽ ഡിഗ്രേഡേഷൻ സംഭവിച്ചു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിൽ കൂടിയും കാർഷിക മേഖലയുടെ അത്യുന്നതമായ വളർച്ചയിലേക്കും ഒക്കെ തന്നെ പോവുകയുണ്ടായി. കാരണം അക്കാലത്ത് എത്തരത്തിലാണ് എൻവയോൺമെൻറ്റൽ ഡിഗ്രേഡേഷൻ സംഭവിച്ചതെന്ന് വെച്ചാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ചതും വളരെ സോയിൽ പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ അക്കാലത്ത് ഉണ്ടാക്കുകയും മറ്റും ചെയ്തു. എന്നാൽ അതിൻ്റെ സോഷ്യൽ എക്കണോമിക് ഇമ്പാക്റ്റ് എന്നുള്ളത് അക്കാലത്ത് വലിയൊരു നഷ്ടത്തിൽ നിന്നും ആ രാജ്യത്തിൻ്റെ പിടിവള്ളിയായി മാറ്റാൻ ഇക്കാലത്തെ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയെ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കടന്നു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ് ഉള്ളത്. ഒന്ന് ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രീസും അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രീസും. ബോത്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ലാർജ് കൺട്രി വിത്ത് എ ഹ്യൂജ് സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി. ഈ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസുമായിരിക്കും ഏറ്റവും വലിയ വിശാലമായ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ജനസംഖ്യയും വരുന്ന രാജ്യത്തിൻ്റെ
അടിസ്ഥാനമായി പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി എന്ന് തന്നെ വിലയിരുത്താറുണ്ട്. ഇത്തരത്തിൽ എന്തൊക്കെയാണ് ഈ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രീസ് എന്ന് നോക്കാം. സ്റ്റീൽ, പെട്രോളിയം ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ, സിമെൻറ്റ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ടീ, ഷുഗർ ഇൻഡസ്ട്രി, പ്ലൈവുഡ് ഇൻഡസ്ട്രി, അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. നമുക്കറിയാം ഏകദേശം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ചരിത്രം വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ജി ഡി പിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എം വിശ്വേശ്വരയ്യ പോലുള്ള വ്യക്തികളൊക്കെ തന്നെ പ്ലാനിങ് കൃത്യമായി നടപ്പിലാക്കിയ സമയത്ത് ആസൂത്രണ കാലഘട്ടത്തിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണം. ഒരു വലിയ ഇൻഡസ്ട്രിയൽ സെക്ടർ മാത്രം വളർന്നാൽ പോരാ, അതോടൊപ്പം തന്നെ വളർന്നു വരേണ്ട ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രികളും ഒക്കെ തന്നെ വളർന്നു വരുമ്പോഴാണ് ഒരു സുസ്ഥിരമായ ഒരു വ്യാവസായിക വളർച്ച അവിടെ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി ആ കാലഘട്ടത്തിൽ. മാത്രമല്ല ഒരുപാട് പോളിസികളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ കൊണ്ടുവരികയും ശ്രമിക്കുകയും ചെയ്തു. ഏകദേശം ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷൻ 1948 അത് ആവിഷ്കരിച്ച സമയത്ത് ഇന്ത്യ മിക്സ്ഡ് എക്കണോമി എന്നുള്ള രീതിയിലേക്ക് മാറുകയും അതിനെ തുടർന്ന് ഒരുപാട് മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നു. കാരണം പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസായ കോൾ, പവർ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, ആംസ്, അമ്യൂണിഷൻ, ഡിഫൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സെൻട്രൽ ലിസ്റ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രീസായ മെഡിസിൻ, ടെക്സ്റ്റൈൽ, സൈക്കിൾ, റിക്ഷ, ടു വീലേഴ്സ്, പേപ്പർ തുടങ്ങിയവയൊക്കെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കീഴിലും ബാക്കി വരുന്ന ചെറിയ ഇൻഡസ്ട്രീസൊക്കെ തന്നെ പിന്നീട് കൺകറൻറ്റ് ലിസ്റ്റൊക്കെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നീക്കങ്ങളും മറ്റും നടത്തുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷൻ 1956 ഒരു തുടർച്ചയെന്നോണം ആവിഷ്കരിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ റിസർവേഷൻ, ഷെഡ്യൂൾ എ, ബി, സി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്ന മറ്റും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലാണ്. തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ കൃത്യമായിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്നുള്ള ടൈമൊക്കെ അക്കാലത്ത് പ്രധാനമായും കോയിൻ ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം വരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിനെ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പരിഭാവനമായി ക്ഷേത്രങ്ങൾ എന്നൊക്കെ തന്നെ വിലയിരുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഈ റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്നുള്ള പോളിസിയിലെ ഷെഡ്യൂൾ എ, ബി, സി തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ലൈസൻസിങ്ങിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഒരു വലിയ മാറ്റമാണ് ഈ ലൈസൻസിങ്ങിലൂടെ നടക്കാൻ സാധിച്ചത്. ഉദാരമായ ലൈസൻസിങ്ങും മറ്റും നൽകിയത് വഴി കൂടുതൽ കൂടി ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനും അതുവഴി ഗവൺമെൻറ് കൂടുതൽ കൂടി അഗ്രികൾച്ചർ ലാൻഡ് ഉൾപ്പെടെയുള്ള സെറ്റിൽമെൻറ്റ് ഉൾപ്പെടെയുള്ള ലാൻഡ് അക്യൂർ ചെയ്തുകൊണ്ട് വലിയ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റൊക്കെ തന്നെ നടപ്പിലാക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി എക്സ്പാൻഷൻ ഓഫ് ദ പബ്ലിക് സെക്ടറിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ തന്നെ ഇക്കാലഘട്ടത്തിൽ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷൻ പാസ്സാക്കിയ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തുന്നു. അന്നാണ് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇതിന് ശേഷം വരുന്ന ഇൻഡസ്ട്രി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1969 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാലഘട്ടത്തിലെ വ്യാവസായിക നിയമ ചരിത്രത്തിലൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു MRTP ആക്ട്, മൊണോപ്പൊളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്നുള്ള ആക്ട് പാസ്സാക്കുന്നു. നമുക്കറിയാൻ പറ്റും ഒരു മൊണോപ്പൊളി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അക്കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും മറ്റു ഭാഗമായിട്ട് പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇതുകൂടാതെ തന്നെ MRTP കമ്പനീസിലേക്ക് തന്നെ അപ്പർ ലിമിറ്റ് എന്നുള്ളത് 50 കോടിയായിട്ട് ഉയർത്തുകയും മറ്റും ചെയ്ത ഈ കാലഘട്ടത്തിലാണ്. ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1973 നടപ്പിലാക്കുന്നുണ്ട്. ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻഡസ്ട്രീസ്, ഏറ്റവും കൂടുതൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻഡസ്ട്രീസ് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. കാരണം ഇത്തരത്തിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻഡസ്ട്രീസിനെ അക്കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു സംഭവത്തിനെ എന്താണെന്ന് വെച്ചാൽ കോർ ഇൻഡസ്ട്രീസ്. കാരണം ഈ കോറായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഇൻഡസ്ട്രീസാണവ. ഏതൊക്കെയാണവ? സിമെൻറ്റ്, കോൾ, ക്രൂഡ് ഓയിൽ, ഓയിൽ റിഫൈനിങ്, ഇലക്ട്രിസിറ്റി. ശരിയാണ്, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇൻഡസ്ട്രീസ് ഉൾപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ഈ കോർ ഇൻഡസ്ട്രീസ് എന്നുള്ള കൺസെപ്റ്റ്. എന്നാൽ അത് അന്നേ കാലഘട്ടത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ ഭാവിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസായി വളർന്നു വരികയും ചെയ്യും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനുശേഷം ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷൻ 1980 വരുന്നു. അതിൻ്റെ MRTP ലിമിറ്റ് ഒന്നുകൂടിയും റിവൈവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന് ശേഷം വരുന്ന ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കുറച്ചുകൂടി ഉദാരമാക്കുന്നു. കാരണം കൂടുതൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന കാലഘട്ടമാണ്. ഗവൺമെൻറ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി പ്രത്യേക പോളിസി 1977 ഉണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1977 ഭാഗമായിട്ടാണ് കൂടുതൽ ഇൻഡസ്ട്രികൾ ഇവിടെ ഇന്ത്യയിൽ വളർന്നു വരികയും മറ്റും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ലാൻഡ് അക്യൂറിങ് പ്രോസസ്സൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അക്കാലഘട്ടത്തിലും എല്ലാം തന്നെ ഫോളോ ചെയ്തിരുന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894 മാത്രമല്ല പിന്നീട് വരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെവല്യൂഷനിലും ഒക്കെ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നു. ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇവയെല്ലാം. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 വരുമ്പോൾ ഇതിന് മൊത്തത്തിലുള്ളൊരു മാറ്റം വരുന്നു. കാരണം 1991 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കാരണം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് തുടങ്ങിയവയെല്ലാം തന്നെ ജൂൺ മാസത്തിൽ നമ്മൾ കൃത്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മാത്രമല്ല പല രീതിയിലും ഗവൺമെൻറ് പല പോളിസികളിലേക്കും
എന്തിലേറെ പറയുന്നു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ പോളിസികളിലേക്കൊക്കെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിനുശേഷം പിന്നീട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെയധികം കുത്തനെ വളർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം ഒട്ടനവധി മാറ്റങ്ങളെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ രംഗത്തും ഒക്കെ ഉണ്ടാകുകയുണ്ടായി. ഇതിനുശേഷം വരുന്ന ഫെറ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫെമ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു മാറ്റം വരുന്നത് ഏകദേശം 2001 കാലഘട്ടത്തിലൊക്കെയാണ്. 2001 കാലഘട്ടത്തിലാണ് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ഇതിനുശേഷം കമ്പൽഷൻ ടു കൺവേർട്ട് ലോൺസ് ഇൻ ടു ഷെയർ അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെയുള്ള കമ്പൽഷൻ ഓഫ് ഫേസ് പ്രൊഡക്ഷൻ അബോളിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പൊല്യൂട്ടിങ്, നോൺ പൊല്യൂട്ടിങ് എന്നുള്ള കാറ്റഗറീസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എവിടെയും സ്ഥാപിക്കാമെന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് എപ്പോഴും ദശലക്ഷം ആളുകൾ ജീവിക്കുന്ന സിറ്റികളിൽ നിന്നും മാറി കൃത്യമായി 25 കിലോമീറ്റർ വിട്ട് ആയിരിക്കണം എന്നുള്ള പുതിയ പോളിസികളും റൂൾസും ഒക്കെ തന്നെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികളുടെ 2ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകിയതെന്ന് വെച്ചാൽ കാർഷിക മേഖല മാത്രമല്ല, ഒപ്പം തന്നെ വളർന്നു വരേണ്ട ഒന്നാണ് വ്യാവസായിക മേഖല എന്നുള്ളതും മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പി സി മോഹൻലാലിനെ പോലുള്ള വിശ്വേശ്വരയ്യ പോലുള്ള മഹത്തായ വ്യക്തികളുടെയൊക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇവിടെ കെട്ടിപ്പൊക്കുകയും മറ്റും ചെയ്യുന്നത്. ഇതിനുശേഷം ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയുണ്ടായി. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ മേക്ക് ഇൻ ഇന്ത്യ, സ്മാർട്ട് സിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് പ്രൊജക്റ്റുകളും മറ്റും നടപ്പിലാക്കി വരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് വേണ്ടിയിട്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ വിഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റിംഗ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് എനേബിളിംഗ് ഇറ്റ് ടു ബിക്കം ദ ടോപ്പ് ഗ്ലോബൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർപാസിംഗ് ഈവൻ ചൈന ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമുക്കറിയാൻ പറ്റും ഇത്തരത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് നമ്മുടെ ഇവിടേക്ക് രാജ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ആണ് ശ്രമിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ കാരണം മേക്ക് ഇൻ ഇന്ത്യ സ്കീമിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഫോക്കസ് ഓൺ ജോബ് ക്രിയേഷൻ ആൻഡ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഇൻ 25 കീ സെക്ടേഴ്സ് ഇൻ ഇന്ത്യൻ എക്കണോമി ഇൻക്ലൂഡിംഗ് ഓട്ടോമൊബൈൽസ്, ഏവിയേഷൻ, ബയോടെക്നോളജി, ഡിഫൻസ്, മാനുഫാക്ചറിംഗ്, ഇലക്ട്രിക്കൽ മെഷീനറി, ഫുഡ് പ്രോസസ്സിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമസ്യൂട്ടിക്കൽസ് എമംഗ് അതേഴ്സ്. ഇത്തരത്തിൽ ഒരുപാട് 25 കീ സെക്ടേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ മേക്ക് ഇൻ ഇന്ത്യ. എന്തായിരുന്നു എന്ന് വെച്ചാൽ മേക്ക് ഇൻ ചൈന എന്നുള്ളൊരു ലോകം മാറ്റിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ എല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ എറണാകുളം നോക്കുകയാണെങ്കിൽ കിഴക്കമ്പലം, അതുപോലെ തന്നെയുള്ള പൂക്കാട്ടുപടി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങൾ അക്വയർ ചെയ്യേണ്ടതായി വന്നു. അവിടുത്തെ ആളുകളുടെയും കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് പോളിസികളും ഒരുപാട് പ്രോഗ്രാമുകളും അവരുടെ റീഹാബിലിറ്റേഷനോ റീസെറ്റിൽമെൻറ്റുമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിയുണ്ടായി. അതിനുശേഷം വന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയാലും 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്രോഗ്രാമാണിത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളത്. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരുപാട് ഓൺട്രപ്രീനേഴ്സിനും ഒക്കെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ രാജ്യത്ത് തന്നെ അവസരം ഒരുക്കി കൊടുക്കുകയും മറ്റും ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള പ്രൊജക്റ്റുകളെല്ലാം തന്നെ കൊണ്ടുവന്നപ്പോൾ ഒരു എക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു സൊസൈറ്റിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ആ ഒരു പാതയിലേക്ക് തന്നെ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മിഷൻ എന്ന് പറയുന്നത് തന്നെ മെയിൻലി എയിംസ് ടു ബിൽഡ് എ സ്ട്രോങ് എക്കോസിസ്റ്റം ഫോർ നർച്ചറിങ് ഇന്നോവേഷൻ, ഡ്രൈവിംഗ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജനറേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മാത്രമായിരുന്നില്ല, അതോടൊപ്പം തന്നെയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടിയായിരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി ബയോടെക്നോളജി സെക്ടറിന് വേണ്ടി ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. നമുക്കറിയാൻ പറ്റും സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബുകളൊക്കെ രൂപീകരിക്കുന്നു രാജ്യത്തുടനീളം. ഇത്തരത്തിൽ റിലാക്സ്ഡ് നോംസ് ഓഫ് പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള അഗ്രികൾച്ചർ ലാൻഡ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടാതെ തന്നെ പല റിപ്പോർട്ടുകളും UN ഹാബിറ്ററ്റ് പോലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് ഏകദേശം 2016 പറഞ്ഞതാണ് 2050 ആകുമ്പോഴത്തേക്കും 300 മില്യൺ അർബൻ റെസിഡൻസ് കൂടുകയും ഏകദേശം 100ഓളം സിറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നഗരവൽക്കരണം വൻതോതിൽ സംഭവിക്കാനിരിക്കുന്നു എന്നാണ് UN ഹാബിറ്ററ്റ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ അർബനൈസേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അവർ. ഇതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് തന്നെ കിടക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പോർട്ട് ബോയിൽസ് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഫയർ അഗൈൻസ്റ്റ് അക്വിസിഷൻ ഓഫ് ഫാം ലാൻഡ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് അർബനൈസേഷൻ സ്പ്രെഡ് അക്രോസ് ദ കൺട്രി.
നമുക്കറിയാൻ പറ്റും വ്യത്യസ്ത തരത്തിൽ ഇത്തരത്തിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്ട്സും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ചില ട്രബിൾ സ്പോട്ട്സിനെ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യൻ മാപ്പാണിത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ ട്രബിൾ സ്പോട്ട് എവിടേക്കാണെന്ന് നോക്കാം. പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ സ്പോട്ടായി കാണുന്നത് ഗോവിന്ദപുര, മാനഫ തുടങ്ങിയ സ്ഥലങ്ങളാണ്. മാനഫ ഡിസ്ട്രിക്റ്റിലെ ഗോവിന്ദപുര എന്നുള്ള സ്ഥലത്താണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൽ ഏകദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഗവൺമെൻറ് ഏകദേശം 700 ഏക്കറോളം 800 ഏക്കറിൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നെങ്കിൽ 700 ഏക്കറോളം വരുന്ന ലാൻഡ് അക്വയർ ചെയ്യുന്നു. ഇതിൽ തന്നെ പറയുന്നത് ഒരുപാട് ആളുകൾ ഇതിനെതിരെ കൃത്യമായിട്ട് പ്രൊട്ടസ്റ്റായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവർ ഫോഴ്സ്ഫുള്ളിയാണ് ഇത് കൊടുക്കാൻ തയ്യാറായത്, നിർബന്ധപൂർവ്വമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് ചിലരുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം പിടിച്ചെടുത്തു എന്ന് പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പഞ്ചാബിൽ നിന്ന് വരുന്നു. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് നമുക്ക് എടുക്കാം. പ്രധാനപ്പെട്ടുള്ള മഹാരാഷ്ട്രയിലെ ട്രിപ്പിൾ ഫോർട്ട്സ്, ജൈതാപൂർ, മവൽ തുടങ്ങിയ സ്ഥലങ്ങളാണ്. അവർക്ക് അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജലം, അവരുടെ ജലസമൃദ്ധമായുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ആൻറ്റി അക്വിസിഷൻ മൂവ്മെൻറ്റുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാക്യുരി, ഗസ്നാന്ത്, അതുപോലെ നിൽഖണ്ഡ്, വഘോളി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാം. ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ്. അവിടേക്ക് കൃത്യമായി ഇതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും ലഭിക്കുന്ന വിവരം. ഉത്തർപ്രദേശിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ സ്പോട്ട്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ നോയിഡ, അതുകൂടാതെ തന്നെ ടപ്പൽ, അലിഗഡ്, ബജ്ര, ദാദ്രി, ഖർസാന തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ ട്രബിൾ സ്പോട്ട്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടങ്ങളിൽ നമുക്കറിയാവുന്നതാണ് കർഷകരെല്ലാം തന്നെ പാവപ്പെട്ട, വളരെയധികം ജീവിക്കാൻ വളരെയധികം നിത്യോപയോഗ ചിലവുകളും മറ്റും നിത്യ ചിലവുകൾക്ക് പോലും പൈസ തികയാതെ അഗ്രികൾച്ചർ എന്നുള്ള വരുമാനമില്ലാതെ പലരും അർബൻ ഏരിയയിലേക്കൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ കൂടുതൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്കൊക്കെ തന്നെ പിന്നീട് വഴിതിരിക്കുകയും മറ്റും ചെയ്യുന്നു. അർബണൈസേഷൻ കൂടുതൽ സംഭവിക്കുന്നതിൻ്റെ കാരണം ഉത്തർപ്രദേശിൽ ഇങ്ങനെയൊക്കെയാണെന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല 80% അവിടെ ഫാർമേഴ്സിനും ഒരു ഹെക്ടറിൽ പോലും സ്ഥലമില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് അവരുടെ വരുമാന മാർഗ്ഗം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ വരുന്നത്. അതിന് ശേഷം നമ്മൾ കാണുന്നത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ സ്പോട്ട്സ് എന്ന് പറയുന്നത് ഈസ്റ്റ് സിംഗ്ഭം ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെയുള്ള ഖാരസ്വാനം, അതുപോലെ ബൊക്കാറോ, ദംക, ഹസാരിബാഗ് തുടങ്ങിയ മേഖലകളാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗത്തിൽ ഡെഫിനിഷനിൽ നമ്മൾ വായിച്ചതാണ് ഇതിൻ്റെ കമ്പൻസേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഈ കമ്പൻസേഷനിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഇത്തരത്തിൽ റീഹാബിലിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൃത്യമായ ജോലികൾ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പറഞ്ഞ പോലെയുള്ള പാക്കേജുകളും മറ്റും നൽകുക, ഇതൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജാർഖണ്ഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അടുത്തതായി വരിക നമുക്കറിയാൻ പറ്റും വെസ്റ്റ് ബംഗാളിലെ നന്ദിഗ്രാമം, സിംഗൂരിലൊക്കെ നടന്ന സംഭവം നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. ടാറ്റ നാനോ, നമ്മുടെ ഏറ്റവും ഇന്ത്യയിലെ ചീപ്പസ്റ്റ് കാറായ ടാറ്റ നാനോ എന്നുള്ള കാറിന് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏകദേശം 996 ഏക്കർ സ്ഥലം എവിടെ അക്കാലത്ത് ടാറ്റ അക്വയർ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ഫൈനറ്റായി നിൽക്കുകയുണ്ടായി ആദ്യമൊക്കെ. പിന്നീട് അതിന് ശേഷം അക്വയർ ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഏകദേശം 400 ഏക്കറോളം വരുന്ന ആളുകൾ അൺവില്ലിംഗ് ആയിട്ടാണ് നിന്നത്. ഫാർമേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ അഗ്രികൾച്ചർ ലാൻഡായിരുന്നു അക്വയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം ഒരു 400 ഏക്കറിലധികം വരുന്ന കൈവശം വെച്ചിരിക്കുന്ന ഫാർമേഴ്സും ഇതിനെ അനുകൂലിച്ചുകൊണ്ടല്ല ചെയ്തിരുന്നത്. ഇക്കാലത്ത് രാഷ്ട്രീയ ലാഭം എന്ന ഒരു രീതിയിലാണ് പിന്നീട് അക്കാലത്ത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ വരികയും അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തുകയും പിന്നീട് അക്കാലത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാതെ പോവുകയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നന്ദിഗ്രാമം സിംഗൂരും എല്ലാവർക്കും പരിചിതമായിരിക്കും. മാത്രമല്ല ഒറീസയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കലിംഗനഗർ, പുരി, നമ്മുടെ ജഗന്നാഥ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന പുരി, അതുപോലെ തന്നെ നാരായൺ പാട്ന, അങ്കുൽ, പാരദീപ്, ധനങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒക്കെ ഈ ഇത്തരത്തിൽ റീഹാബിലിറ്റേഷൻ, റീസെറ്റിൽമെൻറ്റും കമ്പൻസേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ തന്നെയുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 1997 ടാറ്റ ആൻഡ് സ്റ്റീൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട്, കമ്പനിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ കൂടുതൽ 3800 ഏക്കറോളം അവരുടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യം വന്നപ്പോൾ ഒറീസയിൽ അവർ കൂടുതൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്യേണ്ടതുമായി വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടായി. കാരണം അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ കർഷകരാണ്. അവർ നിത്യോപയോഗ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ നിത്യ ചിലവുകളൊക്കെ തന്നെ കഴിഞ്ഞു പോകുന്നത് ഈ ഒരു കൃഷിയിൽ നിന്നായതുകൊണ്ട് അവരുടെ വരുമാന മാർഗ്ഗം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വൈദ്യാലം അവിടെ കൃത്യമായിട്ട് പ്രൊട്ടസ്റ്റുകളും മറ്റും നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ലാൻഡ് അക്വിസിഷൻ ഇന്ത്യയുടെ ഒരു പ്രൊഫൈലിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി എത്തരത്തിലായിരുന്നു ഇന്ത്യയുടെ ലാൻഡ് അക്വിസിഷൻ നമുക്ക് വായിക്കാം. ലാൻഡ് അക്വിസിഷൻ റിമെയിൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് മെനി കോൺട്രവേഴ്സീസ് ആൻഡ് പബ്ലിക് പോളിസി പാരലൈസിസ് ഇൻ ഇന്ത്യ. ദർ ആർ വെരി ഫ്യൂ പബ്ലിക് പോളിസി ഇഷ്യൂസ് ഇൻ ഇന്ത്യ that rival land acquisition in terms of its complexity, challenges and significance to country's growth and transition to more urbanized and industrialized status.
Currently, the Union government is mounting series of efforts to clear several hurdles with regard to existing law, which dates back to 1894. നമുക്കറിയാൻ പറ്റും ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിന് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ വളരെയധികം ചലഞ്ചസ് നിറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിൽക്കുന്നു. ഇത് പലപ്പോഴും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസുമായി ഒക്കെ തന്നെ മാറാറുണ്ട്. എന്നാൽ എന്നിരിക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം എന്നോണം ഒരുപാട് പോളിസീസും പ്രോഗ്രാമുകളും അതുപോലെ തന്നെ നിയമങ്ങളും ഇതിൻ്റെ ഭാഗത്തു നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് 1894 മുതൽ ആണ് തുടങ്ങുന്നത്. ആ ഒരു നിയമചരിത്രത്തെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി തീർച്ചയായും ഇന്ത്യയുടെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ ആ നിയമം വന്ന വഴി എങ്ങനെയാണ് നിയമം വരുന്നതെന്നും അതുപോലെ ഓരോ കാലഘട്ടത്തിൽ നിയമങ്ങൾ എപ്രകാരമായിരുന്നെന്നും അക്കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അക്കാലത്തിൽ ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നതെന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന ലാൻഡ് അക്വിസിഷൻ നിയമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായി ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894 നമുക്ക് തന്നെ കിടക്കാം. ടിൽ 2014 ദ ലാൻഡ് അക്വിസിഷൻ ഇൻ ഇന്ത്യ വാസ് ഗവേൺഡ് ബൈ ദ കൊളോണിയൽ പീരീഡ്സ് ലാൻഡ് അക്വിസിഷൻ ആക്ട് ഓഫ് 1894. The land acquisition act of 1894 allowed the government to acquire private lands. Under the 1894 act, enslaved people were only liable for monetary compensation linked with market value of land in question, which was still quite minimal considering circle rates are often misleading. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2014 വരെ നടപ്പിലാക്കി വന്നിരുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ആക്ട് 1994 തന്നെയായിരുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ വരുത്തിയെന്ന് ചോദിച്ചാൽ അമെൻമെൻറ്റുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ പറഞ്ഞ 1994 ആക്ടുകൾ ഒരുപാട് അമെൻമെൻറ്റുകൾക്ക് വിധേയമായിട്ടുണ്ട്. കാരണം വിഴിഞ്ഞം പ്രൊജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയപ്പോൾ അവിടെ ഈ അന്ന് ഫോളോ ചെയ്തിരുന്ന നിയമം എന്ന് പറയുന്നത് 1994 ലാൻഡ് അക്വിസിഷൻ ആക്ട് ആയിരുന്നു. ഇപ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലുള്ള, അതായത് ഈ നിയമത്തിൽ പറയുന്നത്, ഞാൻ വായിച്ച ഈ സെൻറ്റൻസിൽ പറയുന്നത് അക്കാലത്ത് ഒരു കാലഘട്ടത്തിലെ നിയമം വെച്ച് കൊണ്ട് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ മാത്രമാണ് അവിടുത്തെ മോണിറ്ററി കമ്പൻസേഷനായി ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വിഴിഞ്ഞം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേക കുഴൽത്തൊഴിൽ ചെയ്യുന്ന അവിടെ കക്കയും മറ്റും വരുന്ന പാറക്കെട്ടുകൾക്കുള്ളിൽ കക്ക പകരുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ടായിരുന്നു. ആ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഭാഗമായി ഏകദേശം 13 ലക്ഷത്തോളം അവരുടെ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല അവിടെ സ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 5 സെൻറ്റും ഒക്കെ തന്നെ കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് 1 സെൻറ്റ് 2 സെൻറ്റ് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വരെ 5 സെൻറ്റും അതുപോലെ അതിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉള്ള സ്ഥലമാണ് കൊടുത്തത്. കൃത്യമായ വെള്ളം, ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമുള്ള കൃത്യമായുള്ള ഒരു ഫെസിലിറ്റീസ് ഉള്ള സ്ഥലം തന്നെയാണ് കൊടുത്തത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പാക്കേജുകളും മറ്റും കൊടുക്കുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ the title of the law itself conveyed its primary purpose was to expedite the acquisition of land. Once the acquiring authority has formed intention to acquire particular plot of land, it can carry out the acquisition regardless of how the person whose land is sought to be acquired is affected. 1994 നിയമം അനുസരിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു ലാൻഡ് അക്വയർ ചെയ്യാൻ നിശ്ചയിച്ചാൽ ആ അക്വയർ ചെയ്യുന്ന ലാൻഡിനെ ഒരു എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അത് അഫക്റ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രശ്നം സംഭവിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയെ പലപ്പോഴുമൊക്കെ വിമർശകരും കാണുന്ന ഒന്ന് തന്നെയാണ്. അടുത്തൊരു പോയിന്റിലേക്ക് കടന്നാൽ there was no real appeal mechanism to stop the process of acquisition. A hearing under section 5A was prescribed, but this was not a discussion or negotiation. The views expressed were not required to be taken on board by the officer conducting the hearing. ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും അക്കാലത്തൊരു കൃത്യമായൊരു അപ്പീൽ മെക്കാനിസം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഈ നിയമപ്രകാരം അപ്പീൽ മെക്കാനിസം കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹിയറിംഗ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട് 5A എന്ന് പറയുന്ന ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ 5A എന്നുള്ളൊരു ഭാഗം. നമുക്കിത് ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഗസറ്റിൽ അതുണ്ട്. ഗസറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. അതിൽ 5A എന്ന് പറയുന്ന ഒരു ഹിയറിംഗ് എന്നുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു ഡിസ്കഷനോ നെഗോഷിയേഷനോ ഒന്നുമല്ല. അവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തങ്ങളുടെ ഇത് തന്നെയാണ് മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന് കിട്ടേണ്ട കമ്പൻസേഷൻ എന്ന് പറയുന്ന യാതൊരു ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ കൃത്യമായിട്ട് സെക്ഷനുകളൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് ഒരു കൃത്യമായൊരു ഹിയറിംഗ് പ്രോസസ് അല്ല അപ്പീൽ മെക്കാനിസം ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയും പലപ്പോഴും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ്. അടുത്തതായി പറയുമ്പോൾ there were no absolutely provisions in the 1894 law relating to the resettlement and rehabilitation of those displaced by the acquisition. അതായത് ഇത്തരത്തിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായി പരാമർശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് 1994 ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന്. മാത്രമല്ല ഏർജൻസി ക്ലോസ് എന്തായിരുന്നു അത്? ദിസ് വാസ് മോസ്റ്റ് ക്രിട്ടിഫൈഡ് സെക്ഷൻ ഓഫ് ദ ലോ. ദ clause never truly defined what constituted an urgent need and left it to the discretion of the acquiring authority. As a result, almost all acquisition under the act invoked the urgency clause. നമുക്കറിയാൻ പറ്റും
ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്താ പറയുക, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്ന് ആദ്യം നടപ്പിലാക്കി വരിക എന്നുള്ള പരിഗണനാ ക്രമത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നാണ് പറയുക. ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. പലപ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ പ്രത്യേകമായി വിവേചനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുകയും ആ ഒരു കാര്യഘട്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് പിന്നീട് നടപ്പിലാക്കുക. ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും അത് നടപ്പിലാക്കുക. അതാണ് പ്രൊസീജിയർ എന്നുള്ളത് ലാൻഡ് അക്വിസിഷൻ്റെ. ഈ അർജൻസി ക്ലോസിൽ കൃത്യമായി എന്താണ് പ്രാധാന്യമുള്ളത്, എന്താണ് ഏർജൻറ്റ് എന്നുള്ള അർജൻറ്റ് നീഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. ഒരു ആംബിഗ്യസ് ആയിട്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം അവർ കൃത്യമായിട്ട് ഇതൊരു ഡിസ്ക്രിപ്ഷനിൽ എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്നോ ഒന്നും പറയുന്നില്ല, എന്ത് സ്ഥാപിക്കാനാണ്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നിയമപ്രകാരം അക്യൂർ ചെയ്യുന്ന പ്രോപ്പർട്ടികളൊക്കെ തന്നെ പൊതുവെ ഏർജൻസി ക്ലോസിൽ ഇടുകയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ലാൻഡ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത്, ഈവൻ വെർ അക്വിസിഷൻ ഹാഡ് ബീൻ ക്യാരിഡ് ഔട്ട് ദ ഫെയിം ഹാഡ് ബീൻ ചലഞ്ച് ദ ലിറ്റിഗേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് മെൻഷൻഡ് അബോവ് റിഫ്ലക്റ്റഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ലെജിറ്റിമേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. ഇത്തരത്തിലൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൂടുതലും ലാൻഡ് അക്വയർ ചെയ്യാറ്. അപ്പോൾ ഇത്തരമായ കൃത്യത്തിൽ ഒരു ലാൻഡ് അക്വിസിഷൻ പ്രൊസീജിയേഴ്സോ കമ്പൻസേഷനുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഇതിൽ പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ. ഇനി ഒരുപാട് പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പ്രോബ്ലംസ് വിത്ത് ദ ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894 എന്നുള്ളത് നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാൻ പറ്റും, ലോ റേറ്റ്സ് ഓഫ് കമ്പൻസേഷൻ ആയിരുന്നു. The rates paid for the land acquired are the prevailing circle rates in the area, which are notorious for being outdated and hence not even remotely indicative of the actual rates prevailing in the area. നമുക്കറിയാൻ പറ്റും, പലപ്പോഴും ഒക്കെ മാർക്കറ്റ് വാല്യൂ മാത്രമായിട്ടാണ് അതിൻ്റെ മോണിറ്ററി കമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും അവിടുത്തെ മാർക്കറ്റ് വാല്യൂവിന് താഴെയും കൊടുക്കാറുണ്ട്. എന്നാൽ കൂടിയും ആളുകൾക്ക് കൃത്യമായിട്ട് പരാതിപ്പെടാനോ ഒന്നും തന്നെ കൃത്യമായിട്ട് അവസരങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല ഈ നിയമം. അത്തരത്തിലുള്ള നിയമപ്പെടുത്തലൊന്നും തന്നെ ഈ 1994 നിയമത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം താഴ്ന്ന രീതിയിലുള്ള കമ്പൻസേഷൻ ആയിരുന്നു ഇത്തരത്തിൽ അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടികളുടെ ഓണേഴ്സിന് ലഭിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു പോരായ്മ. അടുത്തത് ലിറ്റിഗേഷൻ. Even where acquisition has been carried out, the same has been challenged in litigation on the grounds mentioned above. This resulted in the stalling of legitimate infrastructure projects. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്, നിയമവ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനുശേഷം under the 1894 Act, the government could acquire any land if it wishes to the name of public purpose. The term public purpose was ambiguous and open to executive discretion, so poor people's land was acquired at draw a prices to pretext of development projects. ഇത് പ്രകാരം ഗവൺമെൻറ്റിന് ഒരു പ്രോപ്പർട്ടി ആയാലും അക്വയർ ചെയ്യാം പബ്ലിക് പർപ്പസിന് എന്നുള്ള രീതിയിൽ എന്നുള്ളതായിരുന്നു. കാരണം ഇതിൽ കൃത്യമായിട്ട് പറയുന്നില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ പബ്ലിക് പർപ്പസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് വ്യാഖ്യാനങ്ങളില്ല. നമുക്ക് ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഈ പബ്ലിക് പർപ്പസ് എന്താണെന്നതിനെക്കുറിച്ച് തന്നെ പറയുന്നില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ ഇടേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ എമർജൻസി ആയിട്ട് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നേരത്തെ കൂട്ടി സൂചിപ്പിച്ചതാണ്. അടുത്തത്, സം ടൈം സച്ച് പ്രൊജക്ട്സ് നെവർ സ്റ്റാർട്ടഡ്. The same cheap land was resold at a higher price to real estate developers without building anything for public purpose. നമുക്കറിയാൻ പറ്റും, ചിലപ്പോഴൊക്കെ അതായത് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പ്രോപ്പർട്ടി അക്വയർ ചെയ്താൽ കൂടിയും ചിലപ്പോൾ ഈ പ്രൊജക്റ്റുകളൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കാറുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എങ്കിൽ എന്തായിരുന്നു കാലഘട്ടത്തിലെ 894 നിയമം വെച്ചുള്ള ഒരു കാര്യമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അവർ മറിച്ച് ഇത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനോ ഒക്കെ തന്നെ വലിയ രീതിയിൽ വിൽക്കുകയായിരുന്നു പതിവ്. അപ്പോൾ ഒന്നും തന്നെ പണിതിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് പബ്ലിക് പർപ്പസിന് എന്നുള്ള പേരിൽ ഒക്കെ തന്നെ എടുത്തൊരു ലാൻഡ് ആയിരിക്കാം അത്. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ തന്നെ കൈവശം വയ്ക്കുന്ന രീതിയിലായിരുന്നു അക്കാലഘട്ടത്തിലെ നിയമ സംവിധാനം അനുശാസിച്ചിരുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ളൊരു നിയമം വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ പ്രൊട്ടസ്റ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അജിറ്റേഷൻസും ഒക്കെ രാജ്യത്ത് മൊത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പല കർഷകരുടെ ഭാഗത്തു നിന്നും സാധാരണക്കാരായ ആളുകളും ഒക്കെ തന്നെ ഇതിനെതിരെ ഒരുപാട് അജിറ്റേഷൻസും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും, ഈ കാണുന്ന ഫോട്ടോകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സുതാര്യമാണ്. ഹൂ ഇഫ് ദ സ്റ്റേറ്റ് ടു എൻക്രോച്ച് ഓർ ലാൻഡ്, ആരാണ് സ്റ്റേറ്റ് എന്ന് ചോദിക്കുന്നു. സ്റ്റേറ്റിൻ്റെ ഇവിടെ അതോറിറ്റീനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള നിയമം നടപ്പിലാക്കുന്നത്? കാരണം ഇത് തീർത്തും വളരെയധികം ഒരു പ്രാചീന കാലഘട്ടത്തിലെ നിയമം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നിയമത്തിനാണ്. ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ള പേരിൽ നടപ്പിലാക്കി വരുന്ന ഓരോ പ്രൊട്ടസ്റ്റുകളാണ് ഇവയെല്ലാം. ഇതിൻ്റെ ഭാഗമായിട്ട് റിപ്പീൽ കൊളോണിയൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894 തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് ഒരു കൊളോണിയൽ ലാൻഡ് അക്വിസിഷൻ ആക്ടാണ്, കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെയുള്ളതാണെന്ന് നേരത്തെ കൂട്ടി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ എടുത്തു മാറ്റണം എന്നാണ് കർഷകരുടെയും സാധാരണക്കാരുടെയും ഒക്കെ തന്നെ ആവശ്യം. ഡിസ്പ്ലേസ്ഡ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തന്നെ കൂടുതൽ പ്രൊജക്റ്റുകളും മറ്റും നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ള ഒരു കൂട്ടം ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ തന്നെ 2013 മുന്നേ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ 2013 ഇതിന് ഭാഗമായിട്ടൊക്കെ കൃത്യമായിട്ടൊരു അടുത്ത നിയമം വരുന്നത്. ആ ഒരു നിയമമായിരുന്നു ഈ കാണുന്നത്, ലാർ ആക്ട് 2013. ഈ
ആക്ടിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് ദ റൈറ്റ് ഫോർ ഫയർ കമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസെറ്റിൽമെൻറ്റ് ആക്ട് 2013. ദ ന്യൂ ആക്ട് had provided for land acquisition as well as rehabilitation and resettlement. It replaced the Land Acquisition Act 1894. The process for land acquisition involves a social impact assessment survey, preliminary notification starting the intent for acquisition, a declaration of acquisition, and compensation to be given by certain time. All acquisition require rehabilitation and resettlement to provided to the people affected by the acquisition. Compensation for the owners of the acquired land shall be 4 times than the market value in case of rural areas and twice in case of urban areas. ഈ ഒരു ആക്ട് പ്രധാനമായും വരുന്നത് 1994 ലാൻഡ് അക്വിസിഷൻ ആക്ടിനെ റിപ്പീൽ ചെയ്യാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത ആ ആക്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് കടന്നു വന്ന നിയമമായിരുന്നു ലാർ ആക്ട്. കാലാനുസൃതമായ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയൊരു നിയമം ആവിഷ്കരിച്ചു. അതായിരുന്നു ലാർ ആക്ട് എന്നുള്ളത്. ഇത് 1994 നിയമത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സർവേ നടത്തുന്നു. ലാൻഡ് അക്വയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇതിന് മുന്നാകെ ഒരു പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ പ്രാഥമികമായ ആളുകൾക്ക് അറിവ് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻറ്റൻറ്റ് എന്താണെന്ന് നമ്മളെ മുന്നേ കണ്ട നിയമത്തിൽ ഇല്ലാത്ത ചില സംഭവങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ ഡിക്ലറേഷൻ ഓഫ് അക്വിസിഷൻ അതേപോലെ തന്നെയുള്ള കമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. കൃത്യമായി നഷ്ടപരിഹാരത്തിനെ കുറിച്ചുള്ള വ്യവസ്ഥ ചെയ്യുന്നു. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റിനെ കുറിച്ചും കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ചില പ്രൊവിഷൻസ് ഇതിൽ സുതാര്യമായി തന്നെ പറയുന്നു. ഇവിടുത്തെ പുനരധിവാസം എങ്ങനെയായിരിക്കണം, എങ്ങനെ അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഓണേഴ്സിന് എന്താണ് റീസെറ്റിൽമെൻറ്റിന് വേണ്ടി ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ലാർ ആക്ട് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് ലാർ ആക്ട് ആണ്. അതുകൂടാതെ തന്നെ കമ്പൻസേഷൻ ഫോർ ദ ഓണേഴ്സ് ഓഫ് ദ അക്വയർഡ് ലാൻഡ് ഷാൽ ബി 4 times ദാൻ ദ മാർക്കറ്റ് വാല്യൂ ഇൻ കേസ് ഓഫ് റൂറൽ ഏരിയസ്. അത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അതൊരു മാർക്കറ്റ് വാല്യൂവിൻ്റെ 4 ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല അർബൻ ഏരിയസിലാണെങ്കിൽ അത് ഇരട്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കമ്പൻസേഷനൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ലാർ ആക്ടിലൂടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. The new law stipulates mandatory consent of at least 70% for acquiring land for public-private partnership project and 80% for acquiring land for private companies. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൺസെൻറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് തീർത്തും ഡെമോക്രാറ്റിക് ആയിട്ടൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആധുനികമായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. ഏതൊരു പ്രൊജക്റ്റ് ആയാലും പ്രോഗ്രാം ആയാലും നടപ്പിലാക്കുന്നതിന് ജനങ്ങളുടെ അഭിപ്രായം, അത് ബാധിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുടെ അഭിപ്രായം തിരയുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. തീർത്തും ജനാധിപത്യമായ രീതിയിൽ അത്തരത്തിൽ ഇതിനെയും മാറ്റം വരുത്തിയിരിക്കുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഇത്തരത്തിൽ അക്വയർ ചെയ്യുമ്പോൾ അത് പ്യുവർലി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രോജക്റ്റുകൾക്കാണെങ്കിൽ, അതായത് സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെയുള്ള പ്രൊജക്റ്റുകൾക്കാണെങ്കിൽ അത് 70%, പ്രൈവറ്റ് കമ്പനീസിനാണെങ്കിൽ അത് 80%. അവിടുത്തെ അക്വയർ ചെയ്യുന്ന 100 ആളുകൾ വസിക്കുന്നൊരു സ്ഥലം എന്നിരിക്കട്ടെ, ആ 100 ആളുകളിൽ നിന്നും 80% അല്ലെങ്കിൽ 80 ആളുകളുടെ കൃത്യമായ ഒരു കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലാർ ആക്ട് വ്യവസ്ഥ ചെയ്യുന്നത്. ആദ്യത്തെ നിയമത്തിൽ ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൺസെൻറ്റ് എന്നുള്ളൊരു അംശം തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്തത് പർച്ചേസ് ഓഫ് ലാർജ് പീസ് ഓഫ് ലാൻഡ് ബൈ പ്രൈവറ്റ് കമ്പനീസ് വിൽ റിക്വയർ പ്രൊവിഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ്. അതായത് പ്രൈവറ്റ് കമ്പനീസ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് സെറ്റിൽമെൻറ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചൊരു കൃത്യമായ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം റീഹാബിലിറ്റേഷൻ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചതിന് ശേഷമേ അവർ അക്വയർ ചെയ്യാൻ പാടുള്ളൂ പ്രൈവറ്റ് കമ്പനീസിന് എന്നുള്ള പുതിയ ആക്ട് കൊണ്ടുവരുന്നു. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു അക്വിസിഷൻ അണ്ടർ 16 എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ ഇൻക്ലൂഡിംഗ് ദ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് 2005, ദ അറ്റോമിക് എനർജി ആക്ട് 1962, ദ റെയിൽവേസ് ആക്ട് 1989. ഇതിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട്, അതുപോലെ തന്നെ അറ്റോമിക് എനർജി ആക്ട്, റെയിൽവേസ് ആക്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ലാർ ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം നമുക്കറിയാം ഒരു സ്പെഷ്യൽ എക്കണോമിക്സ് ആണ് ആക്ട് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. ഇപ്പോൾ പ്രാക്ടിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ കണ്ട്ല, സൂറത്ത്, സാന്താക്രൂസ് മഹാരാഷ്ട്രയിലുള്ള, ചെന്നൈ, വിശാഖപട്ടണം, ഫാൾട്ട വെസ്റ്റ് ബംഗാളിലെ, ഇൻഡോർ യു പിയിലാണെങ്കിൽ നോയിഡ, കൊച്ചി ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് എക്കണോമിക് ഫ്ലോയിൽ നിന്ന് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള നിയമമുള്ള ഒരു പ്രത്യേക സോണുകളായിരിക്കും ഇവ. ഇതാണ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഇത് മാത്രമല്ല ഇതിനെ പല രീതിയിലും തരംതിരിക്കാറുണ്ട്. ഫ്രീ ട്രേഡ് സോണുകൾ എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണുകൾ എന്നുള്ള രീതിയിലും, അതുകൂടാതെ തന്നെ ഫ്രീ സോണുകൾ എന്നുള്ള രീതിയിലും, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിലും, ഫ്രീ പോർട്ടുകൾ, അർബൻ എൻ്റർപ്രൈസ് സോണുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാക്കനാട്, കൊച്ചിയൊക്കെ കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളായിട്ട് കണക്കാക്കുന്ന ഒന്നാണ്.
ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഫീച്ചറായി പറയുന്നത്. ഇതുകൂടാതെ കൺസെൻറ്റ് ഓഫ് ഫാമിലീസ് 70 to 80%. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 70% ഫോർ PPP ആൻഡ് 80% ഫോർ പ്രൈവറ്റ് കമ്പനീസ്. മാർക്കറ്റ് റൈറ്റ് പ്രൈസ് എന്ന് പറയുന്ന 2 ഇരട്ടി ഇൻ ദ കേസ് ഓഫ് അർബൻ ഏരിയ ആൻഡ് 4 ഇരട്ടി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ തന്നെ അഡീഷണൽ റിലീഫ് ടു ST അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ റിലീഫുകളും മറ്റും. അതുകൂടാതെ തന്നെയുള്ള അതായത് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ പ്രത്യേകമായി ജീവിച്ചു വരുന്ന തദ്ദേശീയ ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സ്പെഷ്യൽ പാക്കേജുകളാണ് കൊടുക്കുക. ഈ നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരം റെസ്ട്രിക്ഷൻ ഓൺ ഫെർട്ടൈൽ ലാൻഡ്, അതായത് അക്കാലഘട്ടം അത്രയും, അതായത് 1894 നിയമം അനുസരിച്ച് ഏതൊരു ലാൻഡും അത് ഫെർട്ടൈൽ ആയിക്കോട്ടെ ഫെർട്ടൈൽ അല്ലാത്തതായിക്കോട്ടെ ഏതൊരു ലാൻഡും അക്വയർ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് മൾട്ടി ക്രോപ്ഡ് ലാൻഡ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല, ഫെർട്ടൈൽ ലാൻഡ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലാർ ആക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം, നമുക്കില്ലാതെ പോയ അപ്പീൽ മെക്കാനിസം, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഇതിലേക്ക് വരുന്നു. അക്കൗണ്ടബിലിറ്റി ഓഫ് HOD തുടങ്ങിയ കാര്യങ്ങളാണ് ഉള്ളത്. എന്താണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എമർജൻസി നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് ആദ്യം നോക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 17-ാം നൂറ്റാണ്ട് മുതലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് ഇവ? ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ എന്താണ് ലാർ ആക്റ്റിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത്? ഒന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന പോകുന്നതിന് മുന്നോടിയായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നൊന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ പ്രദേശത്തെ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നു. ആ നടപ്പിലാക്കാൻ പോകുന്ന പ്രദേശത്തെ അക്വയർ ചെയ്യുന്ന ലാൻഡുകളൊക്കെ ഉണ്ടാകും. ഇതിന് മുന്നോടിയായിട്ട് 6 മാസം മുന്നോടിയായിട്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി ഉണ്ടാകും. അതാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രോസസ് എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് അക്രഡിറ്റഡ് ക്രെഡൻഷ്യൽസ് ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും, ഡിപ്ലോയ് ചെയ്ത് കാണും. മാത്രമല്ല ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക പശ്ചാത്തലത്തെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ പഠനം മുന്നോട്ട് പോകുക. ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കുന്ന സമയത്ത് ഇവയെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി ആക്ട് 1969 കൺസിഡർ ആസ് ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ. അത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ഒക്കെ കാണുന്നു. വളരെയധികം പ്ലാനിങ് പ്രോസസ്സിലൊക്കെ തന്നെ, അതായത് ആസൂത്രണത്തിലൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ആസൂത്രണത്തിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അനിവാര്യമാണ്. നമ്മളൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കുമ്പോൾ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടപ്പിലാക്കും. കാരണം എത്രത്തോളം അത് എൻവയോൺമെൻറ്റിൽ കോട്ടം വരുത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം ഒരു പഠനം, ഒരു അസസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി ചെയ്യുന്നു. അതുപോലെ തന്നെയുള്ള ഒന്നിനാണ് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ളത്. അടുത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ലാർ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്താണെന്ന് വെച്ചാൽ കൺസെൻറ്റ് തന്നെയാണ്. 80%, 70% എന്ന കണക്കിലാണത്. കൺസെൻറ്റ് ഓഫ് അപ് ടു 80% ഓഫ് ദി പീപ്പിൾ റിക്വയർഡ് ഫോർ പ്രൈവറ്റ് പ്രൊജക്ട് ആൻഡ് ഫോർ PPP പ്രൊജക്ട് ദ അപ്രൂവൽ ഓഫ് 70% ഓഫ് ദ സെയിം ഇൻ മാൻഡറ്ററി. മൾട്ടി ക്രോപ്ഡ് ഇറിഗേറ്റഡ് ലാൻഡ് കൻ നോട്ട് ബി അക്വയർഡ് അൺലെസ് ഇറ്റ് ഈസ് ഫോർ ഡിഫൻസ് ഓർ എമർജൻസി കോസ്ഡ് ബൈ നാച്ചുറൽ കലാമിറ്റി. മൾട്ടി ക്രോപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിൽ ജലസേചന സംവിധാനമുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള കൃഷികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെർട്ടൈൽ ലാൻഡുകളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് റെസ്ട്രിക്ഷൻ. പക്ഷേ എപ്പോൾ മാത്രമാണ് അത് എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം വരുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇത് വിട്ടു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ലാൻഡ് ഷുഡ് ബി റിട്ടേൺ ടു ഒറിജിൻ ഓർഡർ ഓർ ദ സ്റ്റേറ്റ് ലാൻഡ് ബാങ്ക് ഇഫ് ഇറ്റ് നോട്ട് യൂസ്ഡ് ഇൻ 5 years ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇഫ് ഇറ്റ് അക്വയർഡ്. ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ഒന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ നിയമത്തിൽ നമ്മൾ കണ്ടതാണ്, അത് പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് യാതൊന്നും തന്നെ ബെനിഫിറ്റ് ഒന്നും തന്നെ സാധാരണ ആളുകൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഓണേഴ്സിന് കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ 5 വർഷത്തിനകം ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നാൽ തിരിച്ച് ലാൻഡ് ഒറിജിനൽ ഓണേഴ്സിനോ അല്ലെങ്കിൽ അത് ലാൻഡ് ബാങ്കിലേക്കൊക്കെ തന്നെ പോകുന്നതാണ്. ഗവൺമെൻറ് വിൽ നോട്ട് അക്വയർ ലാൻഡ് ഫോർ പ്രൈവറ്റ് കമ്പനി ഫോർ പ്രൈവറ്റ് പർപ്പസ്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ളത് പ്രൈവറ്റ് കമ്പനീസിന് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. ഏറ്റവും നല്ലൊരു പ്രൊവിഷനാണ്. 1994 പ്രൊവിഷൻ ഇല്ലാതെ പോയ ഒന്ന് തന്നെയാണിത്. ഇതുകൂടാതെ തന്നെ കമ്പൻസേഷൻ ഫോർ ലൈവ്ലിഹുഡ് ലോസസ്. ഇൻ അഡീഷൻ ടു ദോസ് ലോസിംഗ് ലാൻഡ് ദ ബിൽ പ്രൊവൈഡ്സ് കമ്പൻസേഷൻ ടു ദോസ് ഹു ആർ ഡിപെൻഡന്റ് ഓൺ ദ ലാൻഡ് ബീങ് അക്വയർഡ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്. To qualify for benefits under the fact the time period has been reduced to 3 years of dependence from 5. നമുക്കറിയാൻ പറ്റും ഈ ബില്ലിൽ കൃത്യമായിട്ടുള്ള കമ്പൻസേഷൻ, അതായത് വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ കൃത്യമായിട്ട് കമ്പൻസേഷൻ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ. നമ്മൾ ചിന്തിക്കൂ, മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലാൻഡിൻ്റെ കാര്യത്തിൽ പലപ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടി പരിഗണിച്ചുകൊണ്ടോ നെഗോഷിയേഷൻ ബേസിലോ ഒക്കെ തന്നെയാണ് അക്കാലഘട്ടത്തിൽ ഒക്കെ തന്നെ 1990 നല്ല നിയമം അനുശാസിക്കുന്ന പ്രകാരമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാർക്കറ്റ് വാല്യൂയുടെ 4%, ഒപ്പം തന്നെ അവർ ഉൾപ്പെടുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഒക്കെ തന്നെ ചിലവാക്കിയ തുകയും ഉൾപ്പെടുന്ന ഒരു തുകയാണ് അവിടെ കമ്പൻസേഷനായിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.
പിന്നീട് അതുകൂടാതെ തന്നെ ഫിഷിംഗ് റൈറ്റ്സ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഇറിഗേഷൻ ഓഫ് ഹൈഡൽ പ്രൊജക്ട് അഫക്റ്റഡ് ഫാമിലീസ് മേ ബി അലൗഡ് ഫിഷിംഗ് റൈറ്റ്സ് ഇൻ ദ റിസർവോയേഴ്സ്. അപ്പോൾ ഫിഷിംഗ് റൈറ്റ്സ് ഒക്കെ അനുവദിച്ചുകൊണ്ടുള്ള മറ്റുള്ള ഹൈഡൽ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ റിസർവോയേഴ്സിൽ ഇത്തരത്തിലുള്ള ഫിഷിംഗ് റൈറ്റ്സ് ഒക്കെ അനുവദിച്ചുകൊണ്ടുള്ള ഒന്നാണ്. അടുത്തത് വരുന്നത് ഷെയർ ഇൻ അപ്രിഷിയേറ്റഡ് ലാൻഡ് വാല്യൂ വേർ ദ അക്വയർഡ് ലാൻഡ് ഈസ് സോൾഡ് ടു തേർഡ് പാർട്ടി ഫോർ ഹയർ പ്രൈസ് 40% ഓഫ് ദ അപ്രിഷിയേറ്റഡ് ലാൻഡ് വാല്യൂ ഓർ പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ് വിത്ത് ദ ഒറിജിനൽ ഓണേഴ്സ്. ഇനിയിപ്പോൾ ഈ ലാൻഡ് മറ്റൊരു തേർഡ് പാർട്ടിക്ക് വിൽക്കുകയാണെങ്കിൽ, അക്വയർ ചെയ്ത പ്രോപ്പർട്ടി മറ്റൊരു തേർഡ് പാർട്ടിക്ക് വിൽക്കുകയാണെങ്കിൽ, ആ വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അപ്രിഷിയേറ്റഡ് ലാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അതായത് അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഈ അപ്രിഷിയേറ്റഡ് ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനെ 40% ഒറിജിനൽ ഓണേഴ്സിന്, ഇത് കൈമാറിയ ഓണേഴ്സിന് തന്നെ കൊടുക്കുന്നതെന്ന് എന്നുള്ളത് ഏറ്റവും നല്ല ഒരു തീരുമാനം തന്നെയാണ്. അടുത്തത് നമ്മളിതിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പുതുതായി ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ഇതിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഓർഡിനൻസിലേക്ക് കടന്നു വരികയാണ്. അതാണ് റൈറ്റ് ടു ഫെയർ കമ്പൻസേഷൻ, ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ഓർഡിനൻസ് എന്നുള്ള പേരിൽ 2014 NDA ഗവൺമെൻറ്റാണ് ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് നോക്കാം. ദ ഓർഡിനൻസ് ഓഫ് പ്രൊമൾഗേറ്റഡ് ബൈ ന്യൂ NDA ഗവൺമെൻറ് ഇൻ December 2014. Following are the important changes brought into the Act. The Lar Act 2030 exempted 13 laws such as National Highways Act 1956 and the Railways Act in 1989 from its purview. However, the Lar Act 2030 required that the compensation, rehabilitation and resettlement provisions of these 13 laws be brought in consonance with the Lar Act 2013 within a year of its enactment. Prior notification, the ordinance brings the compensation, rehabilitation and resettlement provision of these 13 laws in consonance with the Lar Act 2013. അതായത് ഇത്തരത്തിൽ പറയുന്ന ചില 13 ലാർ ആക്ട്, ഇത് പ്രകാരം ഏകദേശം 13 നിയമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നാഷണൽ ട്രാംവേസ് ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പരിധി വീഴുന്നതാണ്. സ്പെഷ്യൽ എക്കണോമിക് ഫോൺ ആക്ടുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്ന ഫ്രീ ട്രേഡ് എക്കണോമിക് ഫോണുകൾ ആക്ടുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ റെയിൽവേസ് ആക്ട്, നാഷണൽ ഹൈവേസ് ആക്ട് തുടങ്ങിയവയൊക്കെ തന്നെ ഇതിൻ്റെ പരിധിയിൽ നിന്ന് ഈ 13 കാര്യങ്ങളും അല്ലെങ്കിൽ 13 നിയമവ്യവസ്ഥകളും ഇതിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റുന്നു. എന്നിരുന്നാൽ കൂടി മറ്റുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെയുള്ള കമ്പൻസേഷനും റീഹാബിലിറ്റേഷനും റീസെറ്റിൽമെൻറ്റ് പോളിസികളും പിന്തുടരുന്നതാണ് ലാർ ആക്ടിനോട് സമാനമായ രീതിയിൽ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ തന്നെ ആ കമ്പൻസേഷനും അതുപോലെ റീഹാബിലിറ്റേഷനും അതുപോലെ തന്നെ റീസെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് പോകണമെന്നുള്ള വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പുതിയ ഓർഡിനൻസ് എന്നുള്ളത്. തുടർന്ന് പിന്നീട് ലാർ ആക്ട് 2013 റിക്വയർസ് ദാറ്റ് ദ കൺസെന്റ് ഓഫ് 80% ഓഫ് ദ ലാൻഡ് ഓണേഴ്സ് ഇറ്റ് obtained the private project and the consent of 70% of the landowners be obtained for PPP project. The ordinance creates 5 special categories of land use which are exempted from the above requirement: defense, rural infrastructure, affordable housing, industrial corridors and infrastructure projects, including PPP projects. The federal government owns the land. In addition, the ordinance permit the government to exempt the project in the 5 categories from the following provision. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ലാർ ആക്ട് 2013 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ലാൻഡ് ഓണേഴ്സിന് 70% PPP പ്രൊജക്റ്റുകൾക്കും 80% പ്രൈവറ്റ് കമ്പനീസിനും ഒക്കെ തന്നെ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രൊജക്റ്റുകൾക്കും മറ്റും വേണ്ടിയിരുന്നു. എന്നാൽ പുതിയൊരു ഓർഡിനൻസ് വരുത്തുമ്പോൾ 5 മേഖലകളിൽ അത് വേണ്ട, അല്ലെങ്കിൽ 5 മേഖലകളിൽ ഇത്തരത്തിൽ ഒരു രീതിയിൽ വേണ്ട, ഈ ഒരു നിയമത്തിൽ നിന്നും ഭിന്നമായിട്ട് തന്നെ നടപ്പിലാക്കണം എന്നുള്ള രീതിയിൽ, അതായത് ഡിഫൻസ്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അഫോർഡബിൾ ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഇവയൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റോ അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയെ മുൻനിർത്തിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തേണ്ടതില്ല. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് രാജ്യത്തിന് അനിവാര്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഡിഫൻസ് ആയിക്കൊള്ളട്ടെ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പർട്ടി ഒക്കെ വരുമ്പോൾ അവിടെയുള്ള സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റോ കൺസെൻറ്റോ ഒന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള രീതിയിലാണ് വിലയിരുത്തിയത് ഈ ഓർഡിനൻസ് പ്രകാരം. അതുകൂടാതെ തന്നെ ദ ലാർ ആക്ട് 2030 റിക്വയർസ് ദാറ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് be conducted to identify affected families and calculate the social impact of land if acquired. എന്നാൽ 2013 പ്രൊവിഷൻ എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വേണം, അത് ഏതൊരു പ്രൊജക്റ്റ് ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ലാർ ആക്ട് 2013 imposes certain restrictions on the acquisition of irrigated multi-cropped land but other agricultural land. For example, irrigated multi-cropped land cannot be acquired beyond limits specified by the government. അതായത് 2013 നിയമം അനുശാസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിക്രോപ്ഡ് ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ഇറിഗേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് അക്വയർ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഒരു ലിമിറ്റ് വിട്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലാൻഡ് അക്വിസിഷൻ നടപ്പിലാക്കാൻ പാടില്ല, തുടങ്ങിയ എക്സസീവ് ലാൻഡ് അക്വിസിഷൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ എക്സസീവ് ലാൻഡ് അക്വിസിഷനെതിരെയാണ് ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ചെയ്യുന്നത്.
ഇനി കുറച്ചുകൂടി ഇതിൻ്റെ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ആക്ട് 2013 required that if land acquired under it remained unutilized for 5 years, it was returned to the original farmers or the land bank. The ordinance states that the period after which unutilized land will need to be returned will be 5 years or any period specified at the time of setting up the project, whichever is later. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 2013 നിയമം ശാസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 5 വർഷം ഉപയോഗിക്കാതെ വന്നാൽ അത് മുൻകൂട്ടി പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഒരു തവണ കൂടി പറയുകയാണ്. 5 വർഷം ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് തിരിച്ച് ലാൻഡ് ബാങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഓണേഴ്സിനോ കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഈ ഓർഡിനൻസിലും പറഞ്ഞ് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ആക്ട് 2013 excluded the acquisition of land for private hospitals and private educational institution from its purview. The ordinance removes this restriction. ആക്ട് 2013 പ്രധാനമായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ മറ്റ് സ്ഥാപിക്കുമ്പോൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ ഈ ഓർഡിനൻസ് പ്രധാനമായും ഇത്തരത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ ആവശ്യമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ലിബറലായിട്ട് കൊണ്ട് ഈ ആക്ടിലെ പ്രൊവിഷൻസ് ഉൾപ്പെടുത്താതെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇല്ലാതെ കൺസെൻറ്റ് ഇല്ലാതെ നടപ്പിലാക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഓർഡിനൻസ് സ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു നിയമം വരുമ്പോൾ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ മറ്റും വരുന്നു. നമ്മൾ 1894 നിയമത്തിൽ കണ്ടതുപോലെ തന്നെ ഇതിലും പാകപ്പിഴകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന ഹസാരെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രൊട്ടസ്റ്റ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ആൻറ്റി കറപ്ഷൻ ക്രൂസൈഡ് അന്ന ഹസാരെ ലോഞ്ച്ഡ് എ 2-day ടോക്കൺ agitation against the new Land Acquisition Act on February 23 and 24. His agitation has received a support from the thousands of activists and farmers. ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന ഫാമേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള സാമൂഹിക പ്രവർത്തകരുടെയും ഒക്കെ തന്നെ സപ്പോർട്ടോടുകൂടി അന്ന ഹസാരെ ഇതിനെതിരെ ഒരു 2 ദിന സമരം നടത്തുന്നു, ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു. ഹസാരെ pressed for repeal of the ordinance issued by the Union government on 29 December 2014. ഇതുകൂടാതെ തന്നെ ഒരു റിപ്പീൽ ഓർഡിനൻസ്, അത് ഈ ഓർഡിനൻസ് റിപ്പീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനമായിട്ടും നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു പ്രസ് മീറ്റിങ്ങിലേക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം 2014 ഡിസംബർ 29 ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയും മറ്റും ചെയ്യുന്നു. ഇത്തരത്തിൽ റിപ്പീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട് ചില പ്രൊവിഷൻസ് എടുത്ത് കാട്ടിക്കൊണ്ട് എന്തൊക്കെയായിരുന്നു ഇതെന്ന് നമുക്ക് നോക്കാം. ഇൻ എ പോസ്റ്റ് ഓൺ ഹിസ് ബ്ലോഗ്, ഹസാരെ ഹാവ് ക്രിറ്റിസൈസ്ഡ് ദിസ് അമെൻഡ്മെൻറ്റ് ആസ് ആൻറ്റി ഫാമർ ആൻഡ് പ്രോ കോർപ്പറേറ്റ്. അതായത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഒരു അമെൻഡ്മെൻറ്റോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ഓർഡിനൻസിനോടുകൂടി മാറ്റം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോ കോർപ്പറേറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റുകളോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന സമീപനമാണെന്നും അതുകൂടാതെ തന്നെ കർഷകരെ എതിർക്കുന്ന രീതിയിലുള്ള അത് കർഷകർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒന്നാണെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എതിർക്കുകയുണ്ടായി. ഹി ഒപ്പോസ് ദ വേരിയസ് ക്ലോസസ് ഇൻ ദ ഓർഡിനൻസ് ലൈക്ക് റിമൂവൽ ഓഫ് FIA, കൺസെന്റ് റിക്വയർമെന്റ്, മൾട്ടി ക്രോപ്പ് ലാൻഡ് പ്രൊവിഷൻ, റിട്ടേൺ ഓഫ് ലാൻഡ് ടു ഫാമേഴ്സ് ഇഫ് അൺയൂസ്ഡ്. അതായത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ 5 മേഖലകൾക്ക് വേണ്ടി, അതുപോലെ തന്നെയുള്ള മൾട്ടി ക്രോപ്പ് ലാൻഡ് പ്രൊവിഷൻ, അതായത് ഫെർട്ടൈൽ ലാൻഡിൻ്റെ ഉപയോഗമായി അക്വിസിഷനുമായി ബന്ധപ്പെട്ട, റിട്ടേൺ ഓഫ് ലാൻഡ് ടു ഫാമേഴ്സ് ഇഫ് അൺയൂസ്ഡ്, അതായത് ഉപയോഗിക്കപ്പെടാത്ത ലാൻഡ് തിരിച്ചുമായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി എതിർപ്പും മറ്റും പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യകത, അതായത് ഈ ഒരു ഓർഡിനൻസിൻ്റെ ആവശ്യകത എന്നുള്ളത് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊസീജിയർ ഡിഫിക്കൽട്ടീസ് അതെനിക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആക്ട് വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു നടപ്പിലാക്കാൻ. ഇതിൻ്റെ പ്രൊസീജിയറുകളും അതുപോലെ തന്നെ ഓരോ പോളിസികളും സബ് ഡിവിഷനായിട്ട് ചെയ്യുന്നതിന് വളരെയധികം കൃത്യമായിട്ട് ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല റിട്ട് ടേപ്പിസത്തിൻ്റെ ചാൻസ് കൂടാനും സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഓർഡിനൻസിൻ്റെ. കാരണം ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സിന് വേണ്ടിയിട്ടുമൊക്കെ തന്നെ വൻതോതിൽ ഒരു ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റാണ്. കാരണം GDPയിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവനയൊക്കെ തന്നെ ചെയ്യുന്നൊരു മേഖല ഇൻഡസ്ട്രിയൽ സെക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയും മുൻനിർത്തിക്കൊണ്ട് തന്നെ, കാരണം 70% 60% ആളുകളൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അപ്രത്യക്ഷതയോ പരോക്ഷമായോ ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടർ 15% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കുകയും മറ്റും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോട്ടേജ് സ്മോൾ ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ തന്നെ ഈ ഓർഡിനൻസ് പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വികസനമായിരുന്നു അന്നത്തെ ഒരു ലക്ഷ്യമായിട്ട് ഈ ഓർഡിനൻസിലൂടെ മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൂഫ് കണക്കാക്കുന്നത് ദ പ്രൊപ്പോസ് ചേഞ്ചസ് ഇൻ ദ ലാൻഡ് അക്വിസിഷൻ ആക്ട് വുഡ് അലൗ ടു ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ് ഫോർ ഡിഫൻസ് പ്രൊട്ടക്ഷൻ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് ഇലക്ട്രിഫിക്കേഷൻ, അഫോർഡബിൾ ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഇൻക്ലൂഡിംഗ് പ്രൊജക്ട്സ് ടേക്കൺ അപ്പ് അണ്ടർ ദ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡ് where ownership of the land continues to be vested with the government.
അതായത് പ്രധാനപ്പെട്ട, അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ ഡിഫൻസ് ആയിക്കൊള്ളട്ടെ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു രാജ്യത്തിൻ്റെ അവരുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട്, ഗ്രാമീണ വികസന അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട്, മാത്രമല്ല അവിടുത്തെ ആളുകൾക്ക് വേണ്ട വീട് മറ്റുള്ള സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഇത്തരത്തിൽ ലിബറലായി വിട്ടുകൊടുക്കുമ്പോൾ അവിടെ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഓർഡിനൻസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഫലങ്ങളിലൊന്ന്. ആസ് പെർ ദ ചേഞ്ചസ് ബ്രോട്ട് ഇൻ ദ ഓർഡിനൻസ്, മൾട്ടി ക്രോപ്പ് ഇറിഗേറ്റഡ് ലാൻഡ് ക്യാൻ ഓൾസോ ബി അക്വയർഡ് ഫോർ പർപ്പസസ് ലൈക്ക് നാഷണൽ സെക്യൂരിറ്റി, ഡിഫൻസ്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് ഇലക്ട്രിഫിക്കേഷൻ, ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആൻഡ് ബിൽഡിംഗ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ ഓർഡിനൻസ് പ്രകാരം നമുക്ക് മൾട്ടി ക്രോപ്ഡ് ആയിട്ടുള്ള, ഇതിന് മുന്നത്തെ ആക്ട് പ്രകാരമുള്ള നിയമമാണെങ്കിൽ മൾട്ടി ക്രോപ്പ് ഇറിഗേറ്റഡ് ലാൻഡുകൾ ഒക്കെ വന്നാൽ ഒരു വലിയൊരു ഡിഫൻസ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളൊന്നും തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് ലീഗൽ പ്രൊഫിലിംഗ്സ് ഉണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ലീഗൽ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നടപ്പിലാക്കാനും സമയം, കാലതാമസവും മറ്റും എടുക്കും എന്നുള്ളൊരു വ്യവസ്ഥ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസനം പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നതിന് വേണ്ടി അവയെല്ലാം ലിബറലാക്കാനാണ് ഈ ഓർഡിനൻസ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഫലങ്ങളിലൊന്നായിട്ട് കണക്കാക്കുന്നത്. അടുത്തത് കോൺസ്. The original Land Acquisition Act 2013 had a consent clause for acquiring land, industrial corridors, public-private partnership projects, rural infrastructure, affordable housing, and defense. But after the federal government change, it exempted the 5 categories from the rule of acquiring land in the bill tabled on February 24. Social assessment, which was mandatory before acquiring land, has also been exempted in the bill tabled in Lok Sabha. പ്രധാനമായിട്ടും ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് കൺസെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കൺസെൻറ്റ് മാറ്റിയത് ഒരു ജനാധിപത്യപരമായ ഒന്നല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷഫലമായിട്ട് എടുത്തു കാട്ടിയത്. മാത്രമല്ല ഇതിൽ 5 കാറ്റഗറീസിനെ, അതായത് ഡിഫൻസ്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, അഫോർഡബിൾ ഹൗസ് ഹോൾഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയത് കൺസെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ ഉൾപ്പെടുത്താതെ, അതായത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ ഈ ഓർഡിനൻസിനെ പലപ്പോഴും വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല സോഷ്യൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ 5 പ്രൊജക്റ്റിന് സോഷ്യൽ അസസ്മെൻറ്റ് വേണ്ട എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നപ്പോൾ അതും വൻതോതിൽ പ്രൊട്ടക്ഷനൊക്കെ തന്നെ സാഹചര്യം വഴി തുറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളിതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ഒരു നാഷണൽ പോളിസി ഓൺ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് എന്നുള്ള 2007 ഒരെണ്ണം നടപ്പിലാക്കി കഴിഞ്ഞു. കാരണം ഇതിൻ്റെ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പോളിസി കവേഴ്സ് ഓൾ കേസസ് ഓഫ് ഇൻവോളണ്ടറി ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് കവർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 400 by 200 or more families in plain, tribal, hilly, scheduled areas etc. അതായത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് പ്രത്യേകമായിട്ടും ഏകദേശം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊസീജിയറിനോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു ഹില്ലി, ട്രൈബൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയകളിൽ നിന്നൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റുമായി നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയൊക്കെ തന്നെ നാഷണൽ പോളിസി ഓൺ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് 2007 തന്നെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇൻ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 200+ ST ഫാമിലീസ്, ദ കൺസൾട്ടേഷൻ വിത്ത് ഗ്രാമസഭ ഓർ പബ്ലിക് ഹിയറിംഗ് മെയ്ഡ് കമ്പൽസറി. അതായത് 200-ലധികം വരുന്ന ST ഫാമിലീസിനെ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 200-ലധികം വരുന്ന ST ഫാമിലീസൊക്കെ തന്നെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് കൃത്യമായി ഗ്രാമസഭയുടെ കൺസൾട്ടേഷനോടുകൂടി പബ്ലിക് ഹിയറിങ്ങിന് വിധേയമായിക്കൊണ്ട് ഒക്കെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് നാഷണൽ പോളിസി ഓഫ് ഓൺ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് അനുശാസിക്കുന്നത്. മാത്രമല്ല പ്രിൻസിപ്പിൾ ഓഫ് റീഹാബിലിറ്റേഷൻ ബിഫോർ ഡിസ്പ്ലേസ്മെൻറ്റിന് മുമ്പാകെ തന്നെ കൃത്യമായിട്ട് റീഹാബിലിറ്റേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കേണ്ടതും വളരെയധികം അനിവാര്യമാണെന്ന് പറയുന്നു. ഓംബുഡ്സ്മാൻ ഫോർ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ മെക്കാനിസം, അതായത് കൃത്യമായിട്ടുള്ള പ്രശ്നപരിഹാര കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃനിരയിലേക്ക് ഓംബുഡ്സ്മാനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാൻ പറ്റും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആകാം, എല്ലാ ഡെവലപ്മെൻറ്റുകളും നല്ലതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഡെവലപ്മെൻറ്റുകളെല്ലാം തന്നെ ഒരു സസ്റ്റൈനബിൾ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് അർബനൈസേഷൻ ഈസ് ബീങ് മോർ ഫ്യൂവൽഡ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ലിവിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയസ്. It is important for the nation to build infrastructure for economic progress, but it is equally important to have harmony in the development of rural and urban areas in order to sustain economic progress. National have to look at the development beyond the economic growth in the form of GDP growth. In this context, it is now considered to be relevant to adopt sense capability theory and sustainability model as a project for achieving the overall sustainable progress of the nation. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്കാലഘട്ടത്തിലെ നാഗരികവൽക്കരണം എത്രത്തോളമാണ്. അതെ,
നാഗരികവൽക്കരണം വ്യക്തമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു രീതിയിലാണ് നടപ്പിലാക്കുന്നത്? വൻതോതിൽ നാഗരികവൽക്കരണത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ UN ഹാബിറ്ററ്റിൻ്റെ റിപ്പോർട്ടുകൾ നമ്മളെ വളരെ നല്ല രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. UN ഹാബിറ്ററ്റ് പറയുന്നത് പ്രകാരം ഏകദേശം 300 മില്യണോളം അർബൻ ഡെഫിഡൻസ് കൂടുമെന്നും 100 സിറ്റി ഫോളും ഡെവലപ്പ് ചെയ്യുന്നു പറയുന്ന UN ഹാബിറ്ററ്റിൻ്റെ റിപ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ ഒരേ സമയം നല്ലതുമാണ്, എന്നാൽ ആശങ്കാസൂചകവുമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇവിടെ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അർബനൈസേഷൻ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കാം അതിൻ്റെ പിന്നിൽ. എന്നാൽ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ തന്നെ ഗ്രാമപ്രദേശത്ത് നഷ്ടപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ നഗരപ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകുന്നത്. കാരണം അവിടെ നിത്യ ചിലവുകൾ പോലും വഴിതെറ്റി പോകുന്നത്. അതായത് പലപ്പോഴും അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിലൊക്കെ തന്നെ അവർ അർബനൈസേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് അർബൻ ഏരിയയിലൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള സാധ്യതകളും മറ്റും നഷ്ടപ്പെടുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള ഇക്കണോമിക് പ്രോഗ്രസ് അല്ല വേണ്ടത്. ഒരു കൃത്യമായ ഹാർമണി വേണം ഡെവലപ്മെൻറ്റിൽ. കൃത്യമായിട്ടുള്ളൊരു സംയോജനം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സുസ്ഥിരമായൊരു വികസനമാണ് വേണ്ടത്. അതായത് എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിലൂടെ സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടും മാറ്റുകൂട്ടുന്ന 2 പ്രധാനപ്പെട്ട തിയറികൾ എപ്പോഴും എക്കണോമിക്സിലൊക്കെ തന്നെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഫെനയുടെ കാപ്പബിലിറ്റി തിയറി ഉണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി മോഡൽ എന്ന് പറയുന്ന അമർത്യ സെന്നിൻ്റെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. കാരണം രാജ്യങ്ങൾ ഉറ്റുനോക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ GDP പ്രോഗ്രസ്സിലേക്കല്ല, അവരുടെ എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് പ്രോഗ്രസ്സിലേക്കാണ് എന്ന് പറയുന്ന വ്യത്യസ്തമായ അമർത്യ സെന്നിനെ പോലുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നതിൽ, അല്ലെങ്കിൽ പല വ്യത്യസ്ത തരത്തിലുള്ള കാപ്പബിലിറ്റി അപ്രോച്ച് പോലുള്ള ഇന്ത്യൻ എക്കണോമിക്സിലേക്കും അതുപോലെ തന്നെ എക്കണോമിക്സ് എന്നുള്ള ഫീൽഡിലേക്കൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത അമർത്യ സെന്നിനെ പോലുള്ള വ്യക്തികൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ അർബനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ 2 തിയറികളുണ്ട്, മാസ്ലോസ് തിയറി അതുപോലെ തന്നെ കാപ്പബിലിറ്റി അപ്രോച്ച് ബൈ അമർത്യ സെൻ. എന്താണെന്നൊന്ന് ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എബ്രഹാം മാസ്ലോ എന്നുള്ള വ്യക്തിയാണ് മാസ്ലോസ് തിയറി ആവിഷ്കരിക്കുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറിയുടെ ഭാഗമാണ്. നമ്മളെല്ലാം കേട്ട ഒരു തിയറിയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ഇമ്പോർട്ടൻസിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രയോറിറ്റിഫൈ ചെയ്ത് ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്തതിന് ശേഷം പിന്നീട് 2 ഫിലോസഫിക്കൽ നീഡ്സിലേക്ക് കിടക്കുക. അവിടെയാണ് ബിലോങ്ങിനെസ് റിലേഷൻഷിപ്പ് വരുന്നത്. മൂന്നാമതായി സെൽഫ് എസ്റ്റീം തുടങ്ങിയ കാര്യങ്ങളിലേക്ക്, അവസാനമായി സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. എന്താണ് ഇവിടെ ഇതിൻ്റെ പ്രായോഗിക തലം എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, നാഗരികവൽക്കരണത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് നാഗരികവൽക്കരണമാകാം, എന്നാൽ അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ ഫിലോസഫിക്കൽ നീഡ് സംതൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ സെൽഫ് എസ്റ്റീം തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അവസാനമായി അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഒരു ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്നാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതിൽ മാസ്ലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു അർബനൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലെ അദ്ദേഹം നോക്കുന്ന ഒരു കൺസെപ്റ്റ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്ന സസ്റ്റൈനബിലിറ്റി മോഡൽ എന്താണെന്ന് വെച്ചാൽ, അമർത്യ സെന്നിൻ്റെ കാപ്പബിലിറ്റി ഓർ സസ്റ്റൈനബിലിറ്റി മോഡൽ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കാരണം സസ്റ്റൈനബിലിറ്റി മോഡൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന സസ്റ്റൈനബിലിറ്റി 3 തരത്തിലുള്ള സസ്റ്റൈനബിലിറ്റിയെ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ളതാണ്. അതിൽ ഫംഗ്ഷനിങ് കാപ്പബിലിറ്റി എന്ന് പറയുന്നു. ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീങ് ഓർ ഡൂയിങ് ആണ്. കാപ്പബിലിറ്റി എന്ന് പറയുന്നത് നെറ്റ് വാല്യൂ ഫോർ ഫംഗ്ഷനിങ് റിഫേഴ്സ് ടു സ്റ്റേറ്റ്സ് ഓഫ് ബീങ് ആൻഡ് ഡൂയിങ് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടപ്പിലാക്കാൻ 3 തരത്തിലുള്ള സസ്റ്റൈനബിലിറ്റി വേണം. കാരണം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയാണ് ആദ്യത്തേതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എൻവയോൺമെൻറ്റ് തന്നെയാണ്. കാരണം പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ളൊരു, പ്രകൃതിയെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ആയിരിക്കണം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണം, സോഷ്യൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതിൽ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വന്നാൽ കൃത്യത്തിലുള്ളൊരു സസ്റ്റൈനബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സെക്ടറിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി, ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി, ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യേണ്ടത് വളരെയധികം ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് GDP ഗ്രോത്ത് അല്ല, മറിച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ആണ് നമുക്ക് എല്ലാവരും ആവശ്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കണോമി ഇസ് മെയിൻലി അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ എക്കണോമി. Because the agricultural sector gives employment to the most of the people. Approximately 60% of the population of the country gets their livelihood from the agriculture sector. The contribution of the agriculture sector in GDP was very high after the independence, and it increased at the time of Green Revolution. But this contribution decreased at present. So many reasons behind it. That land acquisition is also a reason of decreased agricultural production. Land acquisition is a necessary condition for the infrastructure facilities, but the problem is that fertile land is acquired and it is affected badly to the agriculture production. If the process of land acquisition is continuously growing, then no cropping land will left for the future. The government should apply the alternative of the land acquisition of fertile land. The project should be implemented, but the fertile land should not acquired.
സോ ഗവൺമെൻറ് ഷുഡ് ഫോക്കസ് ഇൻ എവറി ഡെവലപ്മെൻറ്റ് പ്രോസസ് വിത്ത് എ വ്യൂ പോയിന്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി. അതെ, നിഗമനത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുക. സസ്റ്റൈനബിലിറ്റി മുൻനിർത്തിക്കൊണ്ട് സുസ്ഥിരമായൊരു വികസനം, അതായത് നാഗരികവൽക്കരണമാകാം. കാരണം നമ്മുടെ അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഫെർട്ടൈൽ ലാൻഡുകളായിരിക്കാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് വ്യവസ്ഥയുടെ ഏറ്റവും ആണിക്കല്ലായി വർത്തിയത്. കാരണം ഈ ഫെർട്ടൈൽ ലാൻഡിൽ നിന്നാണ് നല്ല കൃഷിയിടങ്ങൾ രൂപപ്പെടുന്നത്. നല്ല കൃഷിയിടങ്ങളിൽ നിന്നാണ് കാർഷിക വരുമാനം ഉണ്ടാകുന്നത്. കാർഷിക വരുമാനമാണ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏകദേശം രാജ്യത്തിൻ്റെ 60% ആളുകൾ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 15% അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നാണ്. ഇപ്പോൾ സെൽഫ് റിലയൻസ് തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ തന്നെ ഉയർന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഹരിയാന പോലുള്ള മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 4.8 മില്യണോളം വരുന്ന ഭൂമിയുള്ളിടത്ത് അവർ ഏകദേശം 3.7 മില്യനും അവർ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിത്യോപയോഗ വരുമാന മാർഗമായിട്ടൊക്കെ തന്നെ അവർ കാണുന്നത് കൃഷിയാണ്. ആ കൃഷി എന്നുള്ളൊരു സംഭവം ഇല്ലാതായാൽ അവരുടെ അവസ്ഥ, അവരുടെ എക്കണോമി എത്രത്തോളമായിരിക്കും. ഒരു കൺട്രിയുടെ മൊത്തം എക്കണോമി മാത്രമല്ല, ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമി പോലും ചിലപ്പോഴൊക്കെ പിടിച്ചെടുത്തുന്ന ഒന്നായി അഗ്രികൾച്ചർ മാറാറുണ്ട്. പഞ്ചാബിൻ്റെയും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. മഹാരാഷ്ട്രയിലൊക്കെ തന്നെ നമുക്ക് വിദർഭ സെക്ടറിലൊക്കെ തന്നെ ഇന്ന് കൂടുതലായി കാണുന്ന ഏകദേശം ലാൻഡ് അക്വിസിഷൻ അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനോ ഒക്കെ തന്നെ വേണ്ടി നടത്തിയ 76%-നും 37%-ഉം നടന്നത് നാഗ്പൂർ ഡിവിഷനിൽ നിന്നും അതുപോലെയുള്ള മറാത്ത്വാഡ് റീജിയൻ എന്ന് പറയുന്ന, പിന്നീട് വിദർഭ റീജിയൻ തുടങ്ങിയ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ലാൻഡ് അക്വയർ ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് ഫോയിഫൈഡുകളൊക്കെ തന്നെ നടന്നതായി ദിനംപ്രതി നമ്മൾ കാണുകയാണ് ഓരോ പത്രങ്ങളിലും വാർത്തകളിലും. അപ്പോൾ സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു വികസനമാണ് എപ്പോഴും നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ അവസാനം എത്തിച്ചേരുന്നത്. ഓക്കെ, താങ്ക് യു.